നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർമ്മ സാറേ, ഞാൻ ആദ്യം നീ ഇപ്പൊ താമസിക്കുന്നിടത്തുനിന്ന് വേണ്ട സാധനങ്ങൾ എടുത്ത് അവിടെ നേരെ എന്റെ വീട്ടിലേക്ക്. മനസ്സിലായോ? മനസ്സിലായി സാറേ. എങ്കി വാ. ശേഖര, എന്താ ചേട്ടാ? ഈ ഭാഗത്തൊന്നും എന്റെ ഫ്ലെക്സ് ബോർഡുകളോ പോസ്റ്ററുകളോ ഒന്നും കൂടുതലായി കാണുന്നില്ലല്ലോ. ചേട്ടാ, അത് ഈ പ്രദേശങ്ങളിലൊക്കെ പഴയ കാലത്തെ പോലെ ചുമരെഴുത്തും വളരെ കുറച്ച് പോസ്റ്ററുകളാ രാജു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഓരോ പ്രദേശത്തും വർഷാവർഷം കുറച്ചു കൊണ്ടുവരാനുള്ള എന്തോ ഒരു ഐഡിയയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ട് എതിർ സ്ഥാനാർത്ഥികളും അത് തന്നെ ഫോളോ ചെയ്യുന്നത്. കൊള്ളാം, നല്ല ചിന്ത. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്ത്. എന്താ ശേര? ചേട്ടാ, അത് നമ്മുടെ ദിവ്യയല്ലേ? നീ ഒന്ന് ഇറങ്ങി നോക്കി. ശരി ചേട്ടാ. അല്ല, ഓൺ ദ വേയാ. ലേറ്റ് ആവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ശരി, ഓക്കെ. ഇല്ല ദിവ്യേ, എല്ലാ അവധിയും കഴിഞ്ഞു. ഇനി ആരെ കൊണ്ട് പറയിച്ചാലും ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്താ എന്താ ഇവിടെ പ്രശ്നം? അയ്യോ വർമ്മ സാറേ. എന്താ ദിവ്യേ? എന്തിനാ ദിവ്യ കരയുന്നേ? തന്റെ പേര് നാരായണനല്ലേ? അതെ സാറേ. വർമ്മ സാറിനോട് ഞാൻ ഒരുപാട് തവണ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചേലത്തൂർ സ്കൂളിനടുത്താ ഞാൻ താമസിക്കുന്നേ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നിങ്ങൾ ഈ പെൺകുട്ടിയെ റോഡിൽ നിർത്തി ഇങ്ങനെ കരയിക്കുന്നെന്തിനാ? അതാദ്യം പറയേ. അതും ഈ ഒരു അവസ്ഥയില്. വർമ്മ സാറേ, ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാ എന്റെ വീട്ടില്. ഭാര്യയ്ക്കും കുഞ്ഞിനും സുഖമില്ല. ആശുപത്രി പോകാൻ ഒരു ചില്ലി കാശ് പോലും ഇല്ല. വർമ്മ സാറിന്റെ വീട്ടിലാണ് ജോലി. കൃത്യമായി എല്ലാ മാസവും കാശ് തന്ന് തീർത്തോളാന്ന് പറഞ്ഞ് വീട് പണിക്ക് ഞാൻ വെച്ചിരുന്ന 80,000 രൂപ വാങ്ങിച്ചോണ്ട് പോയതാ ഈ കുട്ടിയുടെ അമ്മ. എന്നിട്ടിപ്പോ ആരുടേതാണെന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞിനെയും ചോന്നുകൊണ്ട് വന്നിരിക്കുകയാണിപ്പോ. ചോദിച്ച തരാൻ ജില്ലി കാശില്ലെന്നാ പറയുന്നേ. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? സാറ് തന്നെ പറയും. വർമ്മ സാറേ, വീട്ടിലൊരു ആവശ്യം വന്നപ്പോ എനിക്ക് ജോലി ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് അമ്മ വാങ്ങിയതാ. കാലം മേലാത്തോണ്ട് അമ്മയ്ക്കിപ്പോ പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയില്ല. സത്യമായിട്ടും ഞങ്ങളുടെ കയ്യില് കാശൊന്നുമില്ല. ഒരു പറ്റ് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. എന്തായി പറയുന്നേ? ദിവ്യക്ക് വീടിനടുത്ത് എവിടെ ജോലി ശരിയായെന്ന് യാമിനിയോട് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് പോയത്? അച്ഛൻ ആരാന്നറിയാത്ത ഈ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്ന എനിക്ക് ആര് ജോലി തരാനാ വർമ്മ സാറേ? കൊച്ചിന്റെ അച്ഛൻ വർമ്മ സാറിന്റെ അനിയനാണോ എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും സംശയമുണ്ട്. വിവരലത്തമാർ പറയുന്നത് ഏറ്റുപിടിക്കാൻ നിൽക്കരുത്. മനസ്സിലായോടാ? മനസ്സിലായി. ശേഖര, സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു പാവമാ. ഗതികേട് കൊണ്ടാ. അല്ലെങ്കിൽ എന്റെ മോളുടെ പ്രായമുള്ള ഒരു കൊച്ചിനെ വഴിയിൽ പിടിച്ചു നിർത്തി ഞാനിങ്ങനെ ചോദിക്കൂ? താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട്ടിൽ നിന്ന് ഇവരെ ഇറക്കി വിട്ട ശേഷം ഞാൻ ഇപ്പോഴാ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഗതികേട് കൊണ്ടാ. ദിവ്യേ, മതി, എണീക്ക്. ശേഖര, ഇയാളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടത് ചെയ്യണം. ശരി ചേട്ടാ. പേടിക്കണ്ട, എനിക്ക് പിണക്കൊന്നുമില്ല. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറുന്നതിന് മുമ്പ്
ദിവ്യക്ക് എന്നെ ഒന്നൊന്ന് കാണാമായിരുന്നു. വിഷമങ്ങൾ പറയാമായിരുന്നു. എന്തായാലും നീ വാ, കാറിക്കർ വാ. വർമ്മ സാറേ, ഞാൻ ആദ്യം നീ ഇപ്പൊ താമസിക്കുന്നിടത്തുനിന്ന് വേണ്ട സാധനങ്ങൾ എടുത്ത് അവിടെ നേരെ എന്റെ വീട്ടിലേക്ക്. മനസ്സിലായോ? മനസ്സിലായി സാറേ. എങ്കി വാ. ഏയ്, നോക്കി നടക്ക്. കേറിക്കോ. ചേട്ടാ, ആ രാജു, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചേട്ടൻ കലക്കി. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേട്ടാ. രാജു ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ ഇത്രയും ഓർത്തില്ല. നാരായണൻ ചേട്ടന്റെ നാടകമൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതാ. അതൊക്കെ പഴയ കാലമല്ലേ രാജു. അന്ന് ഉത്സവ പറമ്പുകളിൽ നാടകമെന്ന് വെച്ചാ ഒരു വികാരമായിരുന്നില്ലേ? തട്ടയിൽ കയറി എത്ര നാടകം കളിച്ച ആളാ ഞാൻ. എത്ര കഥാപാത്രങ്ങൾ. ഇന്നത്തെ സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന സ്വീകരണവും ആവേശവും ഒക്കെ ഞങ്ങൾക്കും കിട്ടുമായിരുന്നു. ഇപ്പോ കാലം മാറിയില്ലേ? നാടകമൊന്നും ആർക്കും താല്പര്യമില്ലാതായി. ഏയ്, ഒരിക്കലുമില്ല. ഏത് കാലത്താണെങ്കിലും നാടകങ്ങൾക്ക് അതിന്റേതായ പാരമ്പര്യവും പ്രൗഢിയും ഉണ്ട്. കാലത്തിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ഇന്നും നാടകങ്ങൾ കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ വലിയ സന്തോഷമാകട്ടോ. രാജു, പൈസ. നാരായണൻ ചേട്ടാ, ദാ ഇതിരിക്കട്ടെ. അയ്യോ രാജു, ഇതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊന്ന് പിടിച്ചേ. അയ്യോ വേണ്ട രാജു. എന്താ ചേട്ടാ ഇത്? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? രാജു എന്നോട് ഒരു സഹായം ചെയ്യണം, ഒരു ചെറിയ അഭിനയമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ കുറച്ച് പണം ആവശ്യപ്പെട്ടു. അത് ശരിയാ. പക്ഷേ നിങ്ങൾ രണ്ടാളും ആ പാവം പെൺകുട്ടിയെ സഹായിക്കാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞപ്പോ ഞാൻ ചെയ്യുന്നതിന് പകരമായി പണം വാങ്ങാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. എനിക്ക് പണം വേണ്ട രാജു. എന്താ നാരായണൻ ചേട്ടാ ഇത്? ചേട്ടൻ ഇത് വാങ്ങണം. എന്നാലേ ഞങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.